സ്ട്രോക്ക് വരും. അതുപോലെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കൂടുതലാണെങ്കിൽ മരിക്കാൻ പോലും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതീ ബോഡി പാർട്സിൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗാംഗ്രീസ് വന്നിട്ട് സഫർ ആകും. പലതരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഒരു ഐ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ കണ്ണിനെ പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ട് ഭാഗം, അതിന്റെ പേര് കോർണിയ. ഒരു പക്ഷേ കോർണിയക്ക് ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രാൻസ്പെറന്റ് മെമ്പറൈൻ ലേസി ആയിടും. പിന്നെ അത് കാരണം നമ്മൾക്ക് ശരിക്കും കാണാൻ കഴിയില്ല. നമുക്ക് വേദന ഉണ്ടാകും, ഫോട്ടോഫോബിയ ആൻഡ് ഓൾ ദാറ്റ്. സപ്പോസ് ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഐ സ്ട്രോക്ക് പോലെയാകും. ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ ലഭിച്ചില്ലെങ്കിൽ അത് കാഴ്ച മങ്ങലിനും ഹേസിക്കും കണ്ണുവീക്കത്തിനും കാരണമാകും. കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. തക്കതായ സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് സാധ്യതയുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണ് നോർമലായിട്ടുണ്ടാവണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ എല്ലാം അത്യാവശ്യമാണ്. ഇപ്പൊ കടന്നുപോയ 2 വർഷങ്ങൾ നമ്മൾ പാൻഡമിക് പീരീഡിലായിരുന്നു. തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എന്താണ് എല്ലാരും വാങ്ങി വെച്ചിരുന്നത്. ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഓക്സിമീറ്റർ വാങ്ങിച്ചു വെച്ചിരുന്നു. നമ്മളുടെ ഓക്സിജൻ ലെവൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തെന്നാൽ കോവിഡിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ അത് ലങ്സിന് അഫക്റ്റ് ആകും. സോ ഇതാണ് നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ